ഈ ആഴ്ചയിൽ നിങ്ങളുടെ എനർജി എങ്ങനെയാണ്, അതുപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റീഡിങ്ങിനായിട്ടുള്ള കാർഡ്സ് ഞാൻ എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ഈ ഒരാഴ്ചയിലെ എനർജി, നിങ്ങൾ എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാനൊക്കെ ചെയ്തു. നിങ്ങൾ അതിന് വേണ്ടി റൈറ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കംഫോർട്ട് സോണിൽ നിന്നും പുറത്തായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഫുള്ളി റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. നിങ്ങളത് പ്രവർത്തിക്കാനായിട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ അതിനായിട്ടുള്ള ചലഞ്ചസ് ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ അത് ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് തന്നെയാണ് നിങ്ങൾ കംഫോർട്ട് സോണിൽ നിന്നും പുറത്ത് നിൽക്കുന്നത്. പിന്നീട് നമുക്ക് വന്ന കാർഡ്, അതാണ് നിങ്ങളുടെ എനർജി. സോ നമ്മളുടെ നെക്സ്റ്റ് കാർഡ് വന്നത് ദ എംപ്രസ് ആണ്. എന്നുവെച്ചാൽ നിങ്ങളുടെ ഈ ഒരാഴ്ചയിലെ ഗോൾ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ടു അട്രാക്റ്റ് വെൽത്ത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നോക്കി നിൽക്കുന്നത്, ഇവിടെ നമുക്ക് കാണാം ബാക്കിലായിട്ട് ഫോറസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് നല്ല സമൃദ്ധമായിട്ടുള്ള ഒരു വയലാണ് കാണുന്നത്. അപ്പം ഇവിടെ നമുക്ക് വെൽത്തായിട്ട് നമുക്കിതിനെ എടുക്കാം. അപ്പോൾ നിങ്ങൾ മുന്നോട്ടേക്കാണ് നോക്കുന്നത്. നിങ്ങൾ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ പോകുമ്പോഴേക്കും നിങ്ങൾക്ക് വരുന്ന ചലഞ്ച് എന്ന് പറയുന്നത് പേജ് ഓഫ് സോർട്സ് ആണ്. നിങ്ങൾ ആ ഒരു കാര്യം പ്രവർത്തിക്കുവാനായിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾക്കതിനുള്ള എക്സ്പീരിയൻസ് കുറവായിരിക്കും. കാരണം പേജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതൊരു ബിഗിനറിൻ്റെ ഒരു എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ ഒരു ബിഗിനറായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളിവിടെ എല്ലാം കെയർഫുള്ളായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ആക്ഷൻ എടുക്കുമ്പോൾ നിങ്ങളെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ ആളുകളുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം. സോ നിങ്ങളെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ ആളുകളുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് വന്ന കാർഡ് 8 ഓഫ് സോർട്സ് ആണ്. ചിന്തകളിലുള്ള ഒരു മാറ്റമാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ബിലീഫിൽ വിശ്വസിച്ച് നിൽക്കുകയാണ്. ശരിക്കും അങ്ങനെ ഒരു സംഭവം ഇല്ല എങ്കിലും നിങ്ങൾ അങ്ങനെ വിശ്വസിച്ച് നിങ്ങൾ ഒതുങ്ങിക്കൂടി നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ അല്ല, നിങ്ങളുടെ കണ്ണ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കെട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അഴിച്ചു മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ വിചാരിക്കുകയാണ് ആ ഒരു കെട്ട് കാരണം മുന്നോട്ട് അനങ്ങാൻ കഴിയുന്നില്ല, എങ്ങോട്ടും പോകാൻ കഴിയുന്നില്ല എന്ന്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു കെട്ടഴിച്ചതിന് ശേഷം നിങ്ങളുടെ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം കാണാൻ കഴിയും. ഈ സ്വോർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളാണ്. അപ്പം നിങ്ങളുടെ ചിന്തകളിൽ ലിമിറ്റഡായിട്ട് നിങ്ങൾ ചിന്തിച്ചിരിക്കുകയാണ്. സോ ശരിക്കും പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്, നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. സോ അതിനൊരു അഡ്വൈസായിട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ, സോ നിങ്ങൾ അറിവുള്ളവരോട് ചോദിക്കുക. നിങ്ങൾ ആക്ഷൻ എടുക്കുന്നത് ഒരു ബിഗിനറായിട്ടാണെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളിൽ നിന്നും അതിൽ നിന്നും നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട എവിടെയാണോ അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരിൽ നിന്നും നിങ്ങൾ അറിവ് നേടണമെന്നാണ്. സോ അങ്ങനെ നിങ്ങൾ അവരിൽ നിന്നും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് മാറ്റാനായിട്ട് കഴിയും. നിങ്ങളുടെ ചിന്തകളിൽ അതിനനുസരിച്ച് മാറ്റം വരും.